പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ലൂക്കോസ് 22:32, ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 32. ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ച് കൊള്ളുക. ഈ ഒരു വാക്യം യേശു കർത്താവ് ശിമയോനോട് പറയുന്ന, പത്രോസിനോട് പറയുന്ന ഒരു വാക്യം. ദൈവമക്കളെ, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ കാണുന്നുണ്ട്. പത്രോസ് അകലം വിട്ട് യേശുവിനെ പിഞ്ചെന്നതും, നടുമുറ്റത്തിൻ്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ കൂടെ ഇരുന്നു. അപ്പോൾ ഒരു ബാല്യക്കാരത്തി ചോദിച്ചു, ഇവൻ അവനോടുകൂടെ ആയിരുന്നു. ഉടനെ പത്രോസ് തള്ളി പറഞ്ഞു, സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പം വേറൊരുത്തിന് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, നീ അവരുടെ കൂട്ടത്തിലുള്ളവനെന്ന് പറഞ്ഞു. ഉടനെ പത്രോസ് പറഞ്ഞു, മനുഷ്യ ഞാൻ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയിട്ട് 1 മണി നേരം കഴിഞ്ഞാറേ വേറൊരു വന്നേച്ച് ഇവനും അവനോടുകൂടെ ആയിരുന്നു, സത്യം ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഉടനെ പത്രോസ് പറയുക, മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലെന്ന് പത്രോസ് പറഞ്ഞു. അപ്പോൾ കോഴി കൂകി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ന് കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അത് ദുഃഖത്തോടെ കരഞ്ഞു. ഈ മക്കളെ, ഏറ്റവും ഇമ്പൾസീവ് എന്നാൽ ഏറ്റവും പാഷനേറ്റും ധൈര്യശാലിയുമായിരുന്നൊരു ശിഷ്യനായിരുന്നു അപ്പോസ്തലനായ പത്രോസ്. പത്രോസ് യേശുവിനോടൊക്കെ യാത്ര ചെയ്തു. എല്ലാ കാര്യത്തിനകത്തും ഇൻവോൾവ് ആകുവാൻ, യേശു കർത്താവുമായിട്ട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ പത്രോസ് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, വെള്ളത്തിൻ്റെ മേലെ നടക്കണമെന്ന് പത്രോസ് ആഗ്രഹിച്ചു. അതുപോലെ പത്രോസ് യേശു കർത്താവിനോട് പറഞ്ഞു, അയ്യോ നീ എൻ്റെ കാല് മാത്രമല്ല, നീ എൻ്റെ മുഴുവൻ ശരീരവും കഴുകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു. ബോൾഡായിട്ട് താൻ മരണം വരെയും യേശുവിനെ പിൻപറ്റുമെന്ന് അങ്ങ് നമ്മുടെ മലയാളം ഭാഷയിൽ, സാധാരണ നമ്മുടെ ഭാഷയിൽ പറയും, ഭയങ്കര ലാത്തി അടിക്കുന്നവനായിരുന്നു അല്ലേ? അങ്ങനെ ഒരു വാക്കില്ല മലയാളത്തിൽ, കൊളോക്കിയൽ ലാംഗ്വേജ്. എന്നിട്ട് എന്തു വേണ്ടി, എരിവ് വന്നപ്പം, ചൂട് കയറിയപ്പം എന്തോ ചെയ്തു, ആ സോൾജിയറിൻ്റെ ചെവി പോലും സ്ലൈസ് ചെയ്ത് കളഞ്ഞു, വെട്ടിക്കളഞ്ഞു, കാതറുത്ത് കളഞ്ഞു, ഇതിനെ യേശുവിനെ സംരക്ഷിക്കാൻ വേണ്ടി. അവസാന അത്താഴത്തിൻ്റെ സമയത്ത് ഈ പത്രോസ് ഇങ്ങനെ തള്ളിപ്പറയുമെന്നുള്ള കാര്യം പറഞ്ഞ് യേശു വോൺ ചെയ്തു. അപ്പോഴും പത്രോസിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പത്രോസിന് ഷുവറായിരുന്നു അവനൊരു കാലത്തും യേശുവിനെ ഡിനൈ ചെയ്തില്ലെന്ന്. ഹി വുഡ് നോട്ട് ഫെയിൽ നോട്ട് ഡിനൈ ഹിം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു താൻ. അവൻ വളരെ പാഷനേറ്റ് ആയിട്ട് അങ്ങ് ക്ലെയിം ചെയ്തു, മരിക്കേണ്ടി വന്നാലും ഞാൻ കൂടെ ജീവിക്കുമെന്ന്, ഞാൻ മരിക്കത്തില്ലെന്ന്, ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്നൊക്കെ അങ്ങ് പറഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ട്, പെർസിസ്റ്റൻ്റായിട്ട് താനതങ്ങ് ഡിക്ലെയർ ചെയ്തു. പക്ഷേ അവസാനം ഹല്ലേലൂയ, അവനെന്ത് പറഞ്ഞു? ഐ ഡു നോട്ട് നോ ദ മാൻ, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? യേശു കർത്താവ് പറഞ്ഞ പോലെ തന്നെ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞു. ആ വാക്ക് പത്രോസ് ഓർത്തു. പുറത്തിറങ്ങി താൻ അവിടെ നിന്ന്. എന്നിട്ട് അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പത്രോസ് ഹൃദയത്തിൽ എത്രമാത്രം വേദനിച്ച് കാണും. ഒരു റൂസ്റ്റർ ക്രോ ചെയ്യുന്നതിനോട്, അല്ലെങ്കിൽ ഒരു കോഴി കൂവുന്നതിനോട് തൻ്റെ തോൽവിയെ യേശു കർത്താവ് ബന്ധപ്പെടുത്തി പറഞ്ഞില്ലേ? ദൈവമക്കളെ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ, ഇവൻ കോഴിയെ കാണുന്നതിന് മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അന്നത്തെ ദിവസം തൊട്ട് ഈ കോഴിയെ കണ്ടാൽ, ഏത് കോഴിയെ കണ്ടാലും
കോഴി കൂവുന്നത് കേട്ടാലും അവൻ്റെ ഇങ്ങനെ മനസ്സിനെ മതിക്കുന്ന ചിന്തയായിരുന്നു, യേശു കർത്താവിൻ്റെ വിഷയത്തിൽ താൻ ചെയ്തത്, താൻ അവനെ തള്ളിപ്പറഞ്ഞത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, കുഞ്ഞെ, നീ പത്രോസിൻ്റെ ഷൂസിലാണെങ്കിൽ നിൻ്റെ തെറ്റിനെ ഓർമ്മിപ്പിക്കത്തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ പിന്നെയും കടന്നു വന്നാൽ, നിൻ്റെ തോൽവിനെ ഓർത്ത് എന്തെങ്കിലുമൊക്കെ പിന്നെയും നിൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നാൽ, നിൻ്റെ കണ്ണിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ, നിൻ്റെ ചില പാപത്തെ ഓർമ്മിപ്പിക്കത്തക്കവണ്ണം ചിലതൊക്കെയും നിൻ്റെ മുമ്പിൽ കടന്നു വന്നാൽ, നീ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യും? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ റോസ്റ്റർ മാത്രമല്ല പത്രോസിൻ്റെ തള്ളിപ്പറയലിൻ്റെ സൈന്. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞത് ഞാൻ അക്കുറിവാക്യമായിട്ട് വായിച്ചൊരു കാര്യം, അതെന്തുമാത്രം പത്രോസിനെ ഹൃദയത്തിൽ ഓർക്കുമ്പോൾ വേദനിപ്പിച്ച് കാണും. അതായത് പിന്നെയും സ്നേഹിച്ചു യേശു, അല്ലേ? യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് 31-32 വാക്യത്തിൽ. ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റിയിടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ള. ഇത്രയൊക്കെ ചെയ്തിട്ടും കേട്ടിട്ടും ദൈവത്തിന്, ഹല്ലേലൂയ, പത്രോസിനോടൊരു സ്നേഹമുണ്ടായിരുന്നു. യേശു കർത്താവിനൊരു സ്നേഹമുണ്ടായിരുന്നു. യേശു കർത്താവിന് അറിയാമായിരുന്നു ഒരു തോൽവിക്കാരനായിട്ട് അവൻ ഒരിക്കലും നിൽക്കത്തില്ലെന്നും എന്നേക്കുമായിട്ട് അവനെന്നെ തള്ളിപ്പറയത്തില്ലെന്നും ഉള്ള പത്രോസിൻ്റെ മനസ്സ് യേശു കർത്താവിന് അറിയായിരുന്നു. അവന് പത്രോസിന് വേണ്ടി നിന്നു, പത്രോസിൻ്റെ കൂടെ നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം തൻ്റെ സഭയെ പണിയുന്നതിനും തൻ്റെ സഭയെ ബലപ്പെടുത്തുന്നതിനുമൊക്കെ പത്രോസിനെ ഉപയോഗിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ലോകം നമ്മളെ എങ്ങനെയൊക്കെ വിലയിട്ടാലും നാം ഓരോരുത്തരെക്കുറിച്ച് നമ്മുടെ കർത്താവിനൊരു പദ്ധതിയുണ്ട്. നാം ഓരോരുത്തരെക്കുറിച്ച് കർത്താവിനൊരു പ്ലാനുണ്ട്. കർത്താവ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും അത് മാറ്റിക്കളയുവാൻ കഴിയത്തില്ല. അവൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല, അവൻ നമ്മളെ തള്ളിക്കളയത്തില്ല. ആ പദ്ധതി നിറവേറ്റി പൂർണ്ണതയിൽ കൊണ്ടുവരാൻ തക്കവണ്ണം യേശു കർത്താവ് പൂർണ്ണ ബലവും അവസരവും തരും. അതുകൊണ്ടാണ് യേശു കർത്താവ് എഴുന്നേറ്റതിന് ശേഷം പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി പത്രോസിൻ്റെ പുറകെ പോയി. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ 1-ാമത്തെ പ്രാവശ്യം 2-ാമത്തെ പ്രാവശ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞ് 3-ാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് 3-ാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. യേശു കർത്താവ് പിന്നെയും പത്രോസിനെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. യേശു കർത്താവിൻ്റെ ക്രൂസിലെ മരണത്താൽ യേശു കർത്താവ് നമ്മുടെ പാപത്തെ മാറ്റി, നമ്മുടെ ഗിൽറ്റിനെ മാറ്റി, നമ്മുടെ നാണക്കേടിനെ മാറ്റി, നമ്മുടെ ഷെയിമിനെ മാറ്റി. പത്രോസിനോട് യേശു കർത്താവ് എങ്ങനെ പെരുമാറിയോ അതുപോലെ ആ കർത്താവ് നമ്മളോടും പെരുമാറുക. നമ്മളിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുഞ്ഞെ, നിൻ്റെ തോൽവിയെയും നിൻ്റെ ബലഹീനതയും കാണിക്കുന്ന റൂസ്റ്റർ എന്തുവാ? ഹല്ലേലൂയ. കർത്താവ് നമ്മളെ റിസ്റ്റോർ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ നമ്മളെ മടക്കി കൊണ്ടുവരത്തില്ലേ? എനിക്കൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാനുള്ളൂ. ദർ ഈസ് നോ വൺ ലൈക്ക് ദ സേവിയർ. നമ്മുടെ രക്ഷകനെ പോലെ വേറെ ആരുമില്ല. പാവമോ തെറ്റോ തോൽവിയോ ഒക്കെ ഉണ്ടെങ്കിലും ആ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് ചെല്ലാം. യേശുവിൻ്റെ ആ പാദപീഠത്തിലേക്ക് നമുക്ക് ചെല്ലാം. അവൻ്റെ ആ ഫൊഗീവ്നെസ് നമുക്ക് സ്വീകരിക്കാം. യേശു കർത്താവെ, നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പഴയ തെറ്റുകളിൽ കിടന്ന് കുഴയുവാനല്ല, ക്രൂശിൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ തക്കണം അവൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തെ പലപ്പോഴും പരീക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരും. അപ്പോഴും പരിശുദ്ധാത്മാവിനോട് പറയണം, സഹായിക്കണമേ. എന്നിട്ട് ഉറപ്പോടെ നിന്നിട്ട് എന്തൊക്കെ ചലഞ്ചസ് വന്നാലും നമ്മളെ എംപവർ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചോണം.
നമുക്ക് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതം ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു ജീവിതമായിട്ട് തീരണമെന്ന്. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ആ ഫൊർഗീവ്നെസ്സും ആ റെസ്റ്റോറേഷനും ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. നമുക്ക് കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, നീ ഞങ്ങളുടെ പാപങ്ങളെ ഒന്നും കണക്കിടല്ലേ. കംപ്ലീറ്റ് ഫൊർഗീവ്നെസ് ഞങ്ങൾക്ക് തരണമേ. പുതിയ ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ നിന്നെ കർത്താവേ, നിൻ്റെ മുമ്പിൽ നിന്നെ ഫെയിൽ ചെയ്താലും നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ കർത്താവേ. ആ ക്രൂശിൻ്റെ ശക്തി, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി ഉറപ്പോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നത് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. വിശുദ്ധ ജീവൻ നയിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ എംപവർ ചെയ്യട്ടെ. ഈ വീണ നിലംപരിച്ചായ ലോകത്തിൽ കർത്താവെ, ഞങ്ങൾ വേർപെട്ടവരായി ജീവിപ്പാൻ തക്കവണ്ണം നീ സഹായിക്കണം. ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.